ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൻ അല്ലോ ഇതൊരു ബാബാണ്. എന്താ ബാബിലെ ചർച്ച? ഫി ഇറാബിൽ ഇസ്മിൽ മുഅത്തല്ലി, മുഅത്തല്ല ഇസ്മിൻ്റെ ഇറാബിൽ പറയണ ബാബാണ്. മുഅത്തല്ലായ ഇസ്മുകളാണ് മങ്കൂസും മക്സൂറും. അത് ഈ ബാബു കജിബോക്കിന് പറഞ്ഞ് പൂർത്തിയാവും ഇൻഷാ അല്ലാഹ്. വായിച്ച് ഹുറൂഫുൽ ഇല്ലത്തിൻ്റെ അറഫുകൾ സലാസത്തുൻ മൂന്നെണ്ണമാണ്. ഏതൊക്കെ ഇല്ലത്തിൻ്റെ അറഫ്? വായിച്ച് യജുമാഹ മൂന്ന് ഒരുമിച്ച് കൂട്ടും. ഫിൽ ലഫ്ലി ഉച്ചരിക്കുമ്പോൾ കൗലുക്കാനിൻ്റെ വാക്ക് വായുൻ, വായുൻ എന്ന വാക്ക് അല്ലേ, ഒരു വാവും ഒരു അലിഫും യാവും ഇല്ലാതെ എന്നെ അലിഫ് വാവ് ഇല്ലത്തിൻ്റെ അറഫ് കാരണം. എന്താണ് അലിഫ്, എന്താ വാവ്, എന്താ യാവ് നോക്കുക. ഫൽ അലിഫു, ഈ അലിഫ് എന്നാൽ തൻഷഉ അനിൽ ലമ്മത്തി അൽ ഫതഹത്തി, ഫതഹത്തിനെ വിട്ട് തൊട്ടുണ്ടാവുന്ന സാധനമാണത്. ഓ ജ ലാ മാ നാ, ഇങ്ങനെ ഫത്തിനെ നീട്ടാൻ വേണ്ടി വരുന്ന സാധനത്തിൻ്റെ പേരാണ് എന്ത്? അലിഫ് കാരണം. വാവ് തൻസാനി ലമ്മത്തി, ലമ്മത്തി തുറവുണ്ടാവും. കോ ബൂ യു ഇങ്ങനെ. വലിയ യാവ് തൻഷവന് കെസ്രത്തി, കെസ്രത്തെ തൊട്ടുണ്ടാകുന്നതാണ് യാവ് കാരണത്. ടീ ലീ ഇങ്ങനെ. നെഹുൽ അലിഫില്ല സ്വാ അൽ ഫത്താ, സ്വാം ഫത്താ എന്നൊക്കെ പറയുമ്പോഴത്തുള്ള അലിഫ് പോലെ. പിന്നെ വലിയ യായ് ഫിൽ കാലി വൽ ഗാസി, കാലി ഓസി എന്നിടത്തുള്ള യാവ് പോലെ. അത് മറ്റേത് ഉദാഹരണം, യാവിന് ഉദാഹരണം. അപ്പോൾ ഇനി വാവിന് ഉദാഹരണം പറയണ്ടേ? വായിച്ച് ലൈസഫിൽ കലാമി, അറബി കലാമിൽ ഇല്ല ഇസ്മുൻ, ഇസ്മില്ല. ആഖിർഹു വാവുൻ, അവസാനം വാവായ ഇസ്മില്ല. കബലഹ ലമ്മത്തുൻ, മുമ്പ് ലമ്മും നന്ന അവസാനം വാവും. അങ്ങനത്തെ ഒരു ഇസ്മോടല്ല ഫീലിൻ്റെ കൂട്ടത്തിലുണ്ട്. യദൂ യസൂ എന്നൊക്കെ ഉണ്ട്. ഇസ്മിൻ്റെ കൂട്ടത്തിൽ ഏതില്ല? ഒന്നുകിൽ അലിഫായത് മക്സൂർ, അല്ലെങ്കിൽ യാ ആയത് മങ്കൂസ്. അങ്ങനല്ലാതെ അവസാനം വാവായ ഇസ്മ ഇല്ല. ഇല്ല ഹുവ, ഹുവ എന്ന വാക്കല്ല, അതേ മബിനിയാണ്. ഹുവ എന്നൊരു വാക്കുണ്ട്, അവസാനം വാവും മുമ്പ് ലമ്മുണ്ട്, അത് മബിനിയാണ്. അല്ലാതെ വാക്കും ഇല്ല. ശരിയല്ലേ? ഈ ചിലതൊക്കെ അങ്ങനെ പ്രത്യക്ഷത്തിൽ തോന്നണുണ്ട്. കുഫുവൻ അഹദ് എന്നൊക്കെ കാണാം. കുഫുവൻ അഹദ് എന്നൊക്കെ അത് ശരിക്കും കുഫു എന്നുണ്ട് അവസ്ഥയിൽ. ഹംസയാണ് ശരിക്കും കുഫു. കുഫ് അല്ലീമാനി അല്ലേ നമ്മൾ കുഫ്. പിന്നെ ഫസ്ലുൻ വല്ലിസ്മു നൗആനി, ഇസ്മു രണ്ടിനുമാണ്. സഹീഹുൻ വ മുഅ്തല്ലു, സഹീഹും മുഅ്തല്ലു. ഒരു കുഴപ്പമില്ല. ഞാൻ നല്ല ആരോഗ്യമുള്ള അക്ഷരങ്ങളാണെങ്കിൽ എന്താ അറിയും? സ്വഹീഹ് അറിയും. ഒരക്ഷരത്തിന് അസുഖം കുടുങ്ങിയാൽ മുഅ്തല്ലു അറിയും. ഇപ്പോൾ മുഅ്തല്ലുൻ ഫസഹീഹ്, സഹീഹ് എന്ന് പറഞ്ഞാൽ അമ്മ ഒരു ഇസ്മാണ്. ലം യകുൻ ഫി ആഖിരിഹി ഹർഫുൻ മിൻ ഹുറൂഫിൽ ഇല്ലത്തി, അതിൻ്റെ അവസാനത്തെ ഇല്ലത്തിൻ്റെ റിപ്പോർട്ട് ഹർഫ് ഉണ്ടാവില്ല. നടുവിലുണ്ടോ നോക്കിയാൽ അല്ല തീരുമാനിക്കല്ലേ. ഫീൽ അങ്ങനെയല്ല. ഫീലിൽ മുഅ്തല്ല് കാരണം നടുവിലോ തലക്കോലോ എവിടെ ഉണ്ടായാലും മതി. ഇസ്മിൽ മുഅ്തല്ല് കാരണമെങ്കിൽ അവസാനം ഇല്ലത്തിൻ്റെ ഹർഫ് ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് സഹീഹ് പറഞ്ഞാൽ അവസാനത്തിലില്ലാത്ത കാരണം. നമ്മൾ സെയ്ദ് ഉദാഹരണം കൊടുക്കുകയാണെങ്കിൽ സെയ്ദ് ഉദാഹരണം എടുത്തിട്ടില്ലേ, അടല്ല നടുവിൽ യാവ് ഉണ്ടല്ലോ, എന്നാലും സഹീഹാണ്. കാരണം അവസാനത്തെ ഹർഫ് ദാലല്ലേ സെയ്ദ്. പിന്നെ ജംറിൻ വ ജാഫരിൻ വ ഖാലിദിൻ എന്നൊക്കെ പറയും പോലെ. ഒരു മുഅ്തല്ലു, മുഅ്തല്ല ഇസ്മ പറഞ്ഞാൽ മാറി ഇസ്മാണ്. കാനഫി ആഖിരിഹി അലിഫൻ, അവസാനത്തിൽ അലിഫുണ്ട്. കബലഹ ഫത്തഹത്തിന് മുമ്പ് ഫത്തുണ്ട്. നൗൽ അൽ അസാ അൽ ഫത്താ വിസമ താലിക്കൽ ഇസ്മു മഖ്സൂറൻ, അതിനാണ് എന്താ പറയുക? മഖ്സൂർ. അപ്പോൾ പേര് വന്നിട്ടോ മഖ്സൂർ, അവസാനം അലിഫും മുമ്പ് അലിഫും ഉള്ളതിനാണ് എന്താ പറയുക? മഖ്സൂർ എന്നറിയാം. പിന്നെ ഔ യാ ഉൻ കബലഹ അള്ള കസറത്തുൻ, അല്ലെങ്കിൽ അവസാനം യാ ഉണ്ട്, അതിന് മുമ്പ് കസറും ഉണ്ട്. നാവുൽ കാലി വൽ ഗാസി വിസമ്മ താലിക്കൽ ഇസ്മു മങ്കൂസൻ, അതിനെന്താ പേര്? മങ്കൂസ് എന്നാ പേര്.